ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഡ്രോൺ മേടിച്ചിരിക്കുകയാണ് അല്ലേ മമ്മേ? അതെ ഗൈസ്, അപ്പോൾ ഒരു ഡ്രോൺ മേടിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ഡ്രോൺ കേട്ടോ. DJI ഫ്ലിപ്പാണ് മേടിച്ചിട്ടുള്ളത്. ഇത് മേടിച്ചിട്ട് ഇപ്പം എത്ര നാളായി? 2-3 ആഴ്ചയായില്ലേ മേടിച്ചിട്ട്? എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ടൊരു റിവ്യൂ പറയാമെന്ന് വെച്ചോ അല്ലേ. എനിക്ക് മെയിനായിട്ട് അറിയത്തില്ല, നിങ്ങളെ കാണിക്കണമെങ്കിലും എനിക്കൊന്നും അറിയണ്ടേ. എനിക്ക് പുറത്തറിയെങ്കിലല്ലേ കാണിക്കാൻ പറ്റുക. അപ്പം എന്തായാലും കുറച്ചെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ഞാൻ എടുത്ത ഡ്രോണ്, DJI ഫ്ലിപ്പ്. ഇത് ഏകദേശം ഒരു 75,000 രൂപ അടുപ്പിച്ച് ആയിട്ടുണ്ട് ഞാൻ മേടിച്ചപ്പോൾ ഉള്ള റേറ്റ്. ഇതിൻ്റെ വില ഇങ്ങനെ മാറി മാറി നിൽക്കും കേട്ടോ. സത്യത്തിൽ ഡ്രോണ് മേടിക്കാനുള്ള പ്ലാനൊന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു. പക്ഷെ നമ്മൾ വാഗമണ്ണ് പോയ സമയത്ത് കുറച്ച് ഡ്രോൺ ഷോട്ടും കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ വീഡിയോ ഒന്നും കൂടെ ഒന്ന് കളറാവുമെന്ന് വിചാരിച്ചായിരുന്നു. അത് പിന്നെ വീട്ടിൽ വന്നിട്ട് എഡിറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നി ഡ്രോൺ ഷോട്ട് ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നെന്ന്. അങ്ങനെയാണ് പിന്നെ ഞാൻ പോയിട്ട് ഡ്രോൺ മേടിച്ചത്. അതുമല്ല, ആ വീഡിയോയുടെ അടിയിലും ഒത്തിരി പേര് കമന്റ് ചെയ്തില്ലേ അവിടെ പോയതിനു ശേഷം ആ ഒരു തോന്നിയത്. എനിക്ക് അതിനു മുമ്പ് വരെ അങ്ങനെ ഒരു തോട്ടില്ലായിരുന്നു ഡ്രോൺ വേണമെന്ന്. കാരണം മെയിനായിട്ട് എന്നെ ഇതാക്കുന്ന സംഭവം ഈ ഇത്രയും വില കൊടുത്ത് നമ്മൾ മേടിക്കണം. പിന്നെ ഇതിന് വാറണ്ടി ഗ്യാരണ്ടി സംഭവങ്ങളൊന്നുമില്ല. ഇൻ കേസ് എന്തെങ്കിലും പറ്റിയാലും നമ്മൾ ആ ഒരു പൈസ അപ്പം അതുപോലെ അങ്ങ് പോവുമല്ലേ ആ പൈസ. എനിക്ക് ഡ്രോണിനോട് വലിയൊരു ഇതില്ലായിരുന്നു, പക്ഷേ വേണ്ട, ആവശ്യമാണ്, അതുകൊണ്ട് മേടിച്ചതാട്ടോ. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ഡ്രോണാണ്. അത് ഇത് പൊളിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം. അൺബോക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം. എനിക്ക് ഈ ടെക്നിക്കൽ സംഭവങ്ങൾ എനിക്ക് കാര്യമായിട്ട് പറയാൻ അറിഞ്ഞൂടാ. പൊളിക്കുന്ന പടമുണ്ട് അതിൻ്റെ അകത്ത് സാധനം പിന്നെ ഇലതളകല്ലാതെ പിന്നെ ഓൾറെഡി ഞാൻ പൊട്ടിച്ചായിരുന്നു കേട്ടോ. ഇത് തുറക്കുമ്പോഴേ വേണ്ട നമ്മുടെ ഡ്രോൺ ഇരിപ്പുണ്ട്. ഇത് വേറെ എന്തോ ഇല്ല, ജീവിൻ്റെ കണക്ക് ഇരിക്കുന്നില്ലേ അത്രേ ഉള്ളൂ. വലിയ വെയിറ്റ് എന്നുള്ള സംഭവമൊന്നുമല്ല, ചെറിയ വെയിറ്റാണ്. ഇതിങ്ങനെ നൈസായിട്ട് തുറന്ന് കഴിയുമ്പോഴത്തേന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴേ ഇത് ഓണാവും കേട്ടോ. ഓണായി. പിന്നെ ഒരു കവറൊക്കെ വരുന്നുണ്ട്. ഇത് ഇങ്ങനെ മാറ്റി അകത്ത് ക്യാമറ. അപ്പോഴത്തേന് എവിടെയെങ്കിലും ചെന്ന് ഇടിക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ടല്ലോ ഈ ഇലയിലും മരത്തിലൊക്കെ. അപ്പം ഒരു പ്രൊപ്പല്ലർ ഗാർഡൊക്കെ ഉണ്ട്, കുറച്ച് സേഫായിട്ടിരിക്കാം. കൂടെ ചെന്ന് ഇടിച്ചാലൊന്നും വലുതായിട്ടൊന്നും പറ്റത്തില്ല. പിന്നെ ഇടിക്കാതെ നോക്കുക. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിൽ മാത്രമേ സെൻസേഴ്സ് ഉള്ളൂ. ഈ സൈഡിലോ ബാക്കിലോ വേറെ അങ്ങ് സെൻസർ ഇല്ല. അപ്പോൾ സൈഡിലോട്ടൊക്കെ മൂവ് ചെയ്യുമ്പോഴായാലും ഈ RCയിൽ കാണിക്കത്തില്ല, സെൻസർ ഇല്ലാത്തതുകൊണ്ട്. അപ്പം ക്രാഷ് ആവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടെ സേഫായിട്ട് ഓട്ടിക്കാം. മെയിനായിട്ട് ഇങ്ങനെ പോകുമ്പോൾ കുഴപ്പമില്ല, ഫ്രണ്ടിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. പക്ഷേ ഈ സൈഡ് വൈസ് ഒക്കെ വരുമ്പോഴത്തേന് തട്ടി നമുക്ക് അറിയത്തില്ല. പിന്നെ ഇതിനകത്തൊരു 32 GB ഇൻറ്റേർണൽ മെമ്മറി വരുന്നുണ്ട്. അത്യാവശ്യം ഷോട്ടൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഞാനൊരു 256 GB മെമ്മറി കാർഡ് മേടിച്ചിട്ടിട്ടുണ്ട്, കുറച്ച് നല്ല കണക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടച്ചു കഴിയുമ്പോഴത്തേന് ഇതാനെ ഓഫ് ആവുകയും ചെയ്യും. പിന്നെ ഇതിനകത്ത് തന്നെ കുറച്ച് പ്രീസെറ്റ് മോഡുകളൊക്കെ ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. ഒരു RC റിമോട്ട് കൺട്രോൾ വരുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ DJIയുടെ ഡ്രോൺസിലെല്ലാം വരുന്ന RC റിമോട്ടാണ്. RC2 കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. കൂടുതൽ റേഞ്ചൊക്കെ നമുക്ക് ഡ്രോൺ പറത്താനായിട്ട് പറ്റും ഈ സാധനം വെച്ചിട്ട്. പിന്നെ ഇതിൻ്റെ 2 സാധനമൊക്കെ ഇങ്ങനെ ഇളക്കി വെച്ചേക്കെ, അതെടുത്തിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്യുക. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു ബാറ്ററി ഹബ്ബാണ്. ഇതിനകത്ത് ഡ്രോണിനകത്ത് ഒരു ബാറ്ററി ഉണ്ട്, അല്ലാണ്ട് 2 ബാറ്ററി വരുന്നുണ്ട്. വേണമെങ്കിൽ ഒരു ബാറ്ററിയും കൂടെ നമുക്ക് മേടിച്ച് അഡീഷണൽ വെക്കാൻ പറ്റും. അതിൻ്റെ ആവശ്യമില്ല, ഇത് മതിയായിരിക്കും. ഒരു മണിക്കൂറൊക്കെ പറത്താൻ വേണ്ടിയിട്ട് ഈ ഒരു 3 ബാറ്ററി വെച്ച് പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ 1 മണിക്കൂറൊന്നും പറത്തിയിട്ടില്ല കേട്ടോ. പിന്നെ അഡീഷണൽ 2-3 ലീഫ് വരുന്നുണ്ട്. മറ്റേതൊക്കെ ഒടിഞ്ഞൊക്കെ പോവുകയാണെങ്കിൽ എടുത്ത് ഫിറ്റ് ചെയ്യാം. പിന്നെ ഒരു പേപ്പർ, ഇതിൻ്റെ സ്റ്റിക്കർ സംഭവമൊക്കെ വരുന്ന സാധനം. ഇത് ഞാൻ പറത്തിയിട്ടുണ്ട്. നമ്മൾ അനുവൊക്കെ ഉള്ള സമയത്തല്ലേ അച്ഛനും എല്ലാവരും ഉള്ള സമയത്താണ്, അന്നാണ് വീട്ടിൽ വെച്ച് പറത്തുന്നത്. അപ്പം അത് കണ്ടിട്ടോ അച്ഛാ. അപ്പം ആദ്യത്തെ ഫ്ലൈ ആണ്, പ്രാർത്ഥിക്കുക കേട്ടോ. ഹാപ്പി ഇത് കളിക്കുന്ന പറഞ്ഞോണ്ട് എടുത്തോണ്ട് പോകും. പറപ്പിക്കട്ടെ അച്ഛൻ, പറപ്പിക്കുന്ന ഇല്ല. ഇതാണ് നമ്മുടെ കൺസോളർ. ഇപ്പൊ ക്യാമറയുടെ വ്യൂ ഓൺ ആയിട്ടുണ്ട് കേട്ടോ. എന്റെ കാലല്ലേ കാണുന്നത്? അച്ഛന്റെ കാലാണത്. കയ്യിലേക്ക് പിന്നെ മെയിനായിട്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഫ്രണ്ടിൽ ഇവിടെ മാത്രമേ സെൻസർ ഉള്ളൂ, ചുറ്റും വേറെ സെൻസർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് സൈഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേനും ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കി കുഴപ്പമൊന്നുമില്ല. ഇപ്പം എന്തായാലും ഞാൻ ഒന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം. വാണം വിടൂല അതുപോലെ പെയ്യ കേട്ടോ, ഇലയിൽ തട്ടല്. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വേണ്ട, ഇത് രണ്ടും ഇങ്ങനെ പിടിക്കണം. ഓൺ ആയിട്ടുണ്ട് കേട്ടോ.
നമ്മുടെ വീടാണ്. നമ്മളെ കാണാമോ? നമ്മളിവിടെ ഇല്ലേ ചായന്? അത് ഇവിടേക്ക് നമ്മളല്ലേ? ആ അവിടേക്ക് നമ്മളാ. നമ്മളെ അച്ഛൻ നീണ്ടു കിടക്കുന്ന അച്ഛൻ കിടക്കുന്നുണ്ട്. എടാ അച്ഛാ നമ്മുടെ താഴത്തെ വയൽ ഇങ്ങോട്ട് വാച്ചാ. അവിടെ കിടന്നിട്ട് എന്തിനാ കാണുന്നത്? നമ്മുടെ താഴത്തെ വയൽ ഇതുകൊണ്ടേ, അതുകൊണ്ട് ആ കാണുന്നത് നമ്മുടെ താഴത്തെ വയൽ. അങ്ങനെയുണ്ടോ? താഴെ നമ്മുടെ തണ്ണിത്തോട്, അവിടുത്തെ തണ്ണിപ്പുറമൊക്കെ അങ്ങോട്ടിരിക്കും ഇപ്പൊ കറങ്ങുവാണ്. കറങ്ങുന്നു. ഓല്ല അവരെവിടെ പണയൊക്കെ കോരിയില്ലേ താഴെ? നോക്കച്ചാ വേണ്ടേ? അവര് പണ കോരി വേണ്ടാ, അവര് പണ കോരി ഇതുകൊണ്ടേ. ആടെ കൊള്ളാടേ. അവിടെ റബ്ബർ റബ്ബർ ഇടാനങ്ങണ്ടല്ലേ എല്ലാം വെട്ടി വെച്ചേക്കുന്നു തോന്നുന്നു. നമ്മുടെ ജടായിപ്പറ ജടായിപ്പറ അതുകൊണ്ടേ. ഞാൻ നല്ല പ്രോപ്പറായിട്ട് നല്ല ഷൂട്ട് ചെയ്തേക്കുന്നത്. എനിക്ക് അറിയില്ല സംഭവം, കൺട്രോൾസ് ഒക്കെ സെറ്റായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇത് ഭയങ്കര രസമാണ് കേട്ടോ കളിക്കാൻ. നമുക്ക് പണ്ട് കൊച്ചിലേക്ക് ഈ സാധനം ഉണ്ടായിരുന്നു ഞാൻ തകർത്തേനെ. നിങ്ങൾ കൊച്ചിൽ ഇതൊന്നും എനിക്ക് മേടിച്ചു തരാത്ത എന്ത് കളിക്കാൻ? വേണ്ട, ഹോം പോയിന്റ് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഇനി മറ്റേ ഇതിനകത്ത് മറ്റേ ഇല്ല ഫീച്ചർ എല്ലാം ഉണ്ട്, റിട്ടേൺ ടു ഹോം അങ്ങനത്തെ സംഭവം എല്ലാം ഉണ്ട്. ഇതിൻ്റെ പൊക്കം ഇങ്ങനെ തട്ടിയാലൊന്നും വലിയ സീനില്ല, ലീഫ് ഇതായതുകൊണ്ട് കണ്ട അങ്ങനെയൊക്കെ. എന്നിട്ട് ഇങ്ങനെ നമ്മൾ അടുത്തെന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഇവിടെ റെഡ് കാണിക്കും. അപ്പം ഞാൻ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്താലും അത് മൂവ് ആവത്തില്ല. കണ്ടോ, ബാക്കിലോട്ട് പോവും, ഫ്രണ്ടിലോട്ട് വരുന്നാൽ അത് മൂവ് ആവത്തില്ല. ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിൽക്കും. പക്ഷെ ഇതിൻ്റെ സൈഡിലൊന്നും സെൻസേഴ്സ് ഇല്ല. സൈഡിലൊന്നും സെൻസർ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്നൊക്കെ തട്ടിയാൽ തറ വീഴും. അണ്ട് ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല വെട്ടമുണ്ട് കേട്ടോ, പക്ഷെ അന്ന് വലിയ വെട്ടം ഇല്ലായിരുന്നു. പിന്നെ ഇതിൽ നമ്മുടെ മിനി 4 പ്രോയിലൊക്കെ വരുന്ന സെയിം സെൻസേഴ്സാണ്. ആ ഒരു ക്വാളിറ്റിയിലൊക്കെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ബിഗിനർ ഫ്രണ്ട്ലി ആണെങ്കിലും അത്യാവശ്യം പ്രൊഫഷണലായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇവർ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്നത്, കാരണം ഈ സംഭവം ബിഗിനേഴ്സാണ് കൂടുതലും മേടിക്കുന്നത്. അപ്പോൾ ക്രാഷ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് അവർ ഈ ഒരു ഗാർഡൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഭയങ്കര യൂസ്ഫുള്ളായി. അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. ബാക്കി എല്ലാത്തിനും ഈ പ്രൊപ്പല്ലേഴ്സ് മാത്രമേ വരത്തുള്ളൂ. പെട്ടെന്ന് എവിടെയും ചെന്ന് തട്ടി കഴിഞ്ഞാലും അപ്പോഴിത് തറ വീഴും. ഇതിനകത്ത് കുറച്ച് പ്രീസെറ്റ് മോഡുകളുണ്ട് കേട്ടോ. ഇത് മെയിനായിട്ട് യൂസ് ആവുന്നത് നമ്മൾ ഇപ്പം ഒറ്റയ്ക്കൊക്കെ ഉള്ളൂ, സോളോ ആയിട്ടൊക്കെ ട്രാവൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ സാധനം ഫോളോ മോഡിൽ ഞെക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ പറന്ന് വീഡിയോ എടുക്കും. ഒരു DJയുടെ മൈക്ക് ഉണ്ടെങ്കിൽ ഇതുമായിട്ട് സിങ്ക് ചെയ്ത് നമുക്ക് സംസാരിച്ചുകൊണ്ട് പോകാനും പറ്റും. അതൊരു നല്ലൊരു സെറ്റപ്പാണ്. കാണിച്ചു തരാം. ഈ ഫോളോ മോഡ് ഇട്ടിട്ട് ഇതിനകത്തൊന്ന് 3 സെക്കൻഡ് പ്രസ് ചെയ്ത് കൊടുത്താൽ കണ്ടോ അവിടെ നിന്നോളൂ. ഇപ്പം ഞാൻ ഇനി എങ്ങോട്ട് പോയാലും ആളെൻ്റെ കൂടെ വരും. കണ്ടോ കണ്ടോ ഇങ്ങനെ വരും കൂടെ. ഓക്കെ അമ്മ ഇനി പൊക്കോ, ഓടിക്കോ. ബാക്കി കൂടെ ഒക്കെ പൊക്കോ. ഇതിങ്ങനെ കൂടെ പൊക്കോളും കേട്ടോ. ഗേറ്റ് വന്ന് ഇറങ്ങി പോയാലോ? ഇറങ്ങി പൊക്കോ. അമ്മ എവിടെ പോയാലും കൂടെ വരും. നേരെ ഓടണേ, നേരെ ഒന്ന് ഓടിക്കേ. ഓടിക്കോ. ഓടിക്കോ. പോണേ വീട്ടിൽ പോണേ. പോണേ പെട്ടെന്ന് പോ. അയ്യോ ഓ അമ്മ ഇവിടെ ഒളിച്ചപ്പോഴേ അമ്മയുടെ ബാക്കി വന്ന് നിൽക്കുന്നപ്പാ. വേണ്ട ഇവിടെ വന്ന് നിൽക്കുന്നത്. അവിടെ ഓ ആള് മറന്നമ്മ അമ്മേ. ഓ ആള് വിചാരിക്കുന്നേ അമ്മ ഇപ്പോഴും ഇവിടെ നിൽക്കുവാണെന്നാണ്. ഞാൻ ഇവിടെ ആള് മറന്നുപോയി അമ്മ എവിടാന്ന്. അപ്പൊ നമ്മള് തെങ്ങിന്റെ വിളവൊക്കെ എന്തായെന്ന് നോക്കുക കേട്ടോ. തേങ്ങയൊക്കെ വിളഞ്ഞോ നോക്കാനായിട്ട് പോവാണ്. തേങ്ങ കാണാവോ? തേങ്ങ കാണാം.
ഒരു കല്ലെടുത്തോട് എറിഞ്ഞിടാൻ പറ. വേണ്ട, തേങ്ങ വിളഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നമുക്ക് നോക്കാം. അതിന്റെ അകത്ത് കാക്കക്കൂടോ വിളഞ്ഞില്ലമ്മ. വിളഞ്ഞില്ലേ? വിളഞ്ഞില്ല. ഇപ്പുറത്തെ കൊല നോക്കിയാണ്. എപ്പുറത്തെ? അത് അപ്പുറത്തെ കൊല. വിളഞ്ഞില്ലല്ലേ? ഇനി ഇറക്കിയത് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് തേങ്ങ കൂട്ടുകാരനെ വിളിക്കാം നമുക്ക്. മണ്ട ചെള്ളുണ്ടോ നോക്കണ്ട, അതിന്റെ നാമ്പ് നല്ലോണം കാണാൻ വരുന്നേന്ന്. ഇല്ല, ചെള്ള് ഉണ്ട്, ഒരു സൈസ് വണ്ട്. ഇല്ല, ചെള്ളൊന്നുമില്ലമ്മ. ചെള്ളൊന്നുമില്ല, ഓക്കെയാ. അതാ തെങ്ങ് സേഫാ, കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. അപ്പുറത്തെ വീട്ടിൽ അവരെ ചെല്ലി കുറച്ച് തെങ്ങ് കുറച്ച് മണ്ട അടച്ചിരിക്കണം കേട്ടാ, ബാക്കിയൊക്കെ ഓക്കെ. നമ്മളെ തെങ്ങ് സേഫാ, കുഴപ്പമൊന്നുമില്ല. ഇതുകൊണ്ട് ഒത്തിരി ഉപയോഗമുണ്ട് കേട്ടോ. വായോ. ചെറുക്ക തേങ്ങയൊക്കെ വളഞ്ഞാ ചോര്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ കൂടെ വന്നു, തെങ്ങിലെ തേങ്ങ നോക്കി, വണ്ടിനെയൊക്കെ നോക്കി. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. അപ്പം എന്തായാലും അത്രേ ഉള്ളൂ നമ്മുടെ ഡ്രോണിൻ്റെ വിശേഷങ്ങളൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വാഗമണ്ണ് പോയ സമയത്താണ് ഡ്രോൺ മേടിക്കണം എന്നുള്ളൊരു സംഭവം മനസ്സിൽ വന്നത്. അങ്ങനെ പിന്നെ എന്തായാലും അങ്ങ് മേടിച്ചോട്ടെ. കാരണം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തായാലും നമ്മളിപ്പം നമുക്ക് കണ്ണി കാണുന്നതിനെക്കാട്ടിയും ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഡ്രോൺ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ബഡ്ജറ്റും ഒരു മുഖ്യമാണല്ലോ. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ഡ്രോൺ എടുത്തത്, അല്ലേ മമ്മി? അത്യാവശ്യം പഠിച്ച് ഇനി സർവീസ് ഉണ്ടോ അല്ലേ? സർവീസ് എന്തെങ്കിലും നമുക്ക് പണിയാവുന്നുണ്ടെങ്കിൽ സർവീസ് ഉണ്ട്, കൊല്ലത്തൊക്കെ ഉണ്ട്, സർവീസ് ഉണ്ട് ഡ്രോണിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പം ഇത് എടുക്കാൻ പ്ലാൻ ഉള്ളവർക്ക് യൂസ്ഫുൾ ആവും. ഏകദേശം എന്തായാലും അത്രയുള്ള എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ 9 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട്. അല്ല, ഇപ്പം ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേന് ആവുമായിരിക്കും. ആവും. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ. ഒരു എനർജി ഇല്ലല്ലോ, പനി.